സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ല, എന്റെ റബ്ബ് സൃഷ്ടിച്ചൊരു സൃഷ്ടിയാണല്ലോ ഈ നായ. ഈ നായക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന മരുന്നുകൾ വെച്ചു കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ട് ആ നായക്ക് സേവനം ചെയ്യുന്നതിന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മനക്ലേശമുണ്ടായില്ല. അതുകൊണ്ട് നായനെ കയ്യിൽ പിടിച്ച് നടക്കല് പവറാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഏതോ ഇംഗ്ലീഷുകാരൻ നായനെ പിടിച്ച് നടക്കുന്നത് കണ്ടിട്ട് എന്റെ വീട്ടിലും കിടക്കട്ടെ ഒരു നായാന്ന് പറഞ്ഞ് യജസിനെ കുറിച്ച് ബോധമില്ലാത്തവനായി ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സ്ഥാനത്ത് ആവശ്യമാണെങ്കിൽ നായക്ക് പോലും ഖിദ്മത്ത് ചെയ്യുന്നതിന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് വേദന തോന്നിയില്ല. 7 തവണ കഴുകണം, അതിലൊന്ന് മണ്ണ് കൂട്ടിയ വെള്ളമാകണമെന്നറിഞ്ഞിട്ട് പോലും ആ നായക്ക് സേവനം ചെയ്യുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ സന്തോഷത്തെ തേടിപ്പിടിക്കാൻ, സന്തോഷിക്കാനും ആ നായക്ക് സേവനം ചെയ്യുന്നതിൽ സുഖം കണ്ടെത്താനും അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അതും അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയാണല്ലോ. ഈ ഒരു ചിന്തയാ ഉമ്മമാരെ. അയൽവാസിയായ പെണ്ണിനോട് എന്തോ കാര്യം ചോദിച്ചതിന്റെ പേരിൽ അവള് നിന്നെ തിരിച്ചയച്ചിട്ട് നിന്നോടെന്തോ കൊക്ക പറഞ്ഞു എന്നതിന്റെ പേരിൽ ദിവസം അതേ വർഷം 10 കഴിഞ്ഞിട്ടും അയൽവാസിയോട് ഹൃദയസ്പന്ദനത്തോടുകൂടി ഒരു സലാം പറയാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് നീ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് ആരുടെയോ വായിൽ നിന്ന് ഏതോ ഒരു നിമിഷം, ഏതോ ഒരു ചിന്തക്കുറവിൽ, ഏതോ ഒരു ചിന്തയില്ലാത്ത സമയത്ത് അവന്റെ അവളെ നാവിൽ സംഭവിച്ചതിന്റെ പേരിൽ സ്വന്തം ചേട്ടനും അനുജനുമായി പിണങ്ങിയിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ, സ്വന്തം അതേ ഉമ്മയുമായി തെറ്റിയിട്ടാണ് ഒരു പറമ്പിന്റെ അളവിന്റെ പേരിൽ സ്വന്തം ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് കൈ ചൂണ്ടി സംസാരിച്ച വിവരദോഷിയായിട്ടാണ് നിന്റെ ജീവിതത്തെ നീ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ മുസ്ലിമേ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അല്ലാഹു സൃഷ്ടിച്ചയച്ച നായയാണെന്നതിന്റെ പേരിൽ ആ നായക്ക് ഭൂമി ലോകത്ത് അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിന് ഞാനൊരു തണലായാൽ എനിക്ക് സ്വർഗം കിട്ടാനത് മതിയാകുമെന്ന് ചിന്തിച്ചിട്ട് രോഗം ബാധിച്ച നായക്ക് ഖിദ്മത്ത് ചെയ്തു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എന്താ കാരണം? അല്ലാഹ് എന്ന ചിന്തയാണ്, എന്റെ ഖാലിഖായ റബ്ബ് എന്ന ചിന്തയാണ്, എന്റെ പ്രിയപ്പെട്ട റബ്ബിന്റെ തൃപ്തി എന്ന ചിന്തയാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോഴാണ് സ്വന്തം കുപ്പായത്തിന്റെ മേലെ, കയ്യിന്റെ മേലെ, കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ കിടന്നുറങ്ങുന്ന പൂച്ചയെ കണ്ടപ്പോ അഹ്മദുൽ കബീർ റിഫായി ആരാണടാ പൂച്ച? ഈ പൂച്ചക്ക് എന്ത് അധികാരമാണ് വലിയായ എന്റെ കുപ്പായത്തിന്റെ കയ്യിന്റെ മേലെ കിടന്നുറങ്ങാൻ എന്ന് ചോദിച്ച അഹങ്കാരം പറയുന്നതിന് പകരം ഒരു പൂച്ചയെ പോലും എന്റെ ജമാഅത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ചിന്തിച്ചിട്ട് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സ്വന്തം കുപ്പായം മുറിച്ചെടുത്തിട്ട് കയ്യില്ലാത്ത കുപ്പായം ധരിച്ചിട്ട് ചെറുപ്പക്കാരാ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തിട്ട് തിരിച്ചു വന്നു നോക്കുമ്പോ നേരത്തെ കിടന്നിരുന്ന പൂച്ചയെ കണ്ടില്ല എന്ന് ചരിത്രം പറഞ്ഞില്ലേ? അഹ്മദുൽ കബീർ റിഫായി മനസ്സിൽ കുപ്പായത്തിനേക്കാൾ വില മതിക്കുന്നത് ആ പൂച്ചയുടെ ഉറക്ക് വില കൽപ്പിച്ചതാണ്. മുസ്ലിമേ, യഥാർത്ഥത്തിൽ ഔലിയാക്കളെ ജീവിതത്തെ കുറിച്ച് നമ്മൾ അറിയണം. അവരുടെ ഹൃദയം അല്ലാഹുവുമായി ബന്ധപ്പെട്ടങ്ങ് കിടക്കുമ്പോ ഭൂമി ലോകത്തെ ജീവിതത്തിന് അവരൊരു വിലയും കൽപ്പിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അവരുടെ ഹൃദയത്തിൽ അവരുടെ ഹൃദയം നിറക്കപ്പെട്ടു പോയി പരിപാലിക്കുന്ന റബ്ബിന്റെ മഅരിഫത്തിലായി അവരെ ഹൃദയത്തെ സമർപ്പിതമായി അവര് ലോകത്തിന്റെ മുന്നിലെങ്ങ് മാറ്റിവെച്ചപ്പോൾ ഭൂമിയിലെ ഏതെങ്കിലും ഇകഴ്ത്തലുകളോ, ഭൂമിയിലെ ഏതെങ്കിലും തെറിവിളികളോ, ഏതെങ്കിലും കുറ്റപ്പെടുത്തലോ ഇകഴ്ത്തലോ ഒന്നും വേദനയായി തോന്നിയില്ല. ഞാൻ
അത്ഭുതത്തോടെ പറയാണ്, ഇന്നലെ ഞാൻ അതേ ദുബായിൽ നിന്നൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യും. എന്റെ വാപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാള് പറയാണ്, എന്തായാലും നിങ്ങൾ വയലിന് നിർബന്ധമായും ഇന്ന ഡേറ്റിന് വന്നിരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് അന്ന് ഇന്ന തകരെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചെറിയ പ്രയാസമുണ്ട്. അപ്പൊ അയാള് തിരിച്ചു പറയുന്ന മറുപടിയാണ്, കൊടകിലാണ് വയല്. ആ കൊടകിലെ വയലിന്റെ സദസ്സിലേക്ക് പ്രസംഗിക്കാനുള്ള മൈക്ക് കൊണ്ടുവരുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് പോലും. അതേതോ മുസ്ലിയാർക്ക് അമ്മയ്ക്കില്ലെങ്കിൽ പ്രസംഗിക്കാത്തതിന്റെ പേരിൽ, അമ്മയ്ക്കില്ലാത്തതിന്റെ പേരിൽ, വയല് പറയാത്തതിന്റെ പേരിൽ ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ട് നടത്തുന്ന വയലാണ് ഉസ്താദേ. വന്നേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, നമ്മളൊക്കെ ജീവിക്കുന്നത് ഏത് ലോകത്താണ്? ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? ഇന്ന മൈക്കുണ്ടായാലേ വയല് പറയുള്ളൂ, ഇന്ന മൈക്കുണ്ടായാലേ ദഅവത്തിയുള്ളൂ. പാലക്കാട് ജില്ലയിൽ ഈ മുത്തല്ലിമ കുറ്റ്യാടി സിറാജുൽ പഠിക്കുന്ന സമയത്ത് ഒരു വയലിന് പോയപ്പോ അവിടെയുള്ള സംഘാടകർ എന്നോട് പറയാണ്, നാളെ നിർബന്ധമായും നിങ്ങൾ വരണം. ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് വേറെ വയലിന്റെ വരാൻ നിർവാഹമില്ല. ഇവര് പറയാണ്, ഞങ്ങൾക്കൊരു വാശിയാണ് ഉസ്താദേ, നിർബന്ധമായിട്ട് നിങ്ങൾ വരണം. എനിക്ക് മറ്റേ പരിപാടിക്ക് എന്തായാലും വാക്ക് പാലിക്കാതെ നിർവാഹമില്ല. അപ്പൊ ഇവരെ മറുപടി എന്താണ് എന്നറിയോ? ഇവിടെ പ്രസംഗിക്കാൻ ഏറ്റവും മുസ്ലിയാരും വയലിന് വരൂല എന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു. കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ, പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാരെ ഫോട്ടോ വെച്ചത് അല്പം പഴയതായി പോയി. അതിന്റെ പേരിൽ മുസ്ലിയാര് ചോദിക്കാതെ നിങ്ങളാരാണോ എന്റെ ഫോട്ടോ നോട്ടീസിൽ കൊടുക്കാൻ, അതുകൊണ്ട് നോട്ടീസിൽ ഫോട്ടോ കൊടുക്കൽ പുണ്യാണ് എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ഞാൻ നോട്ടീസിൽ ഫോട്ടോ കൊടുക്കാൻ താല്പര്യപ്പെടാത്തയാളാണ്. അതേ സ്ഥാനത്ത് മുസ്ലിമെ ഫോട്ടോ നന്നാകാത്തതിന്റെ പേരിൽ വയലിന് വരൂല എന്ന് ഭീഷണിപ്പെടുത്തുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ദഅവത്തിന്റെ കോലമാ ഞാൻ പറഞ്ഞത്, നമ്മളെ ദഅവത്തിന്റെ രൂപമാ ഞാൻ പറഞ്ഞത്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? പച്ചയായി തെറി വിളിച്ചിട്ട് കത്തെഴുതിയപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ എഴുതി തിരിച്ചയച്ചു കൊടുത്തൊരു കത്തുണ്ട്. എന്താണ് ആ കത്തിലുള്ളത് എന്നറിയോ? അതേ കഴിഞ്ഞ പ്രാവശ്യം മുറൂസ് കമ്മിറ്റിക്കാർ എന്നെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്വാഗതം പറയുമ്പോൾ എത്ര അധ്വാനിച്ചിട്ടാണ് ആ മുസ്ലിയാര് വന്നത്, വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ആ മുസ്ലിയാര് വന്നത് എന്ന് സ്വാഗതം പറയാത്തതിന്റെ പേരിൽ അടുത്ത വർഷത്തെ ഉറൂസിന് വിളിക്കണോ അപ്പം പറയാന്ന് പറയുന്ന ചിന്തയുള്ള മുസ്ലിയാക്കന്മാര് വയല് പറയാൻ ഇറങ്ങിയാൽ, ഈ നിലക്കുള്ള വയലന്മാരായി പ്രഭാഷകന്മാര് മാറിയാൽ, ഡിമാൻഡുകളുടെ ലോകത്തേക്ക് ഈ ലോകത്തെയും അള്ളാന്റെ ദീന് പ്രചരിപ്പിക്കാനുള്ള വഴികളെയും കെട്ടിയിട്ടിട്ട് ലോകത്തെ കൊണ്ടുപോയി നാശമാക്കുന്ന ഒരു ലോകം വന്നു പോയാൽ, ആണുപെണ്ണ് വ്യത്യാസമില്ലാതെ മക്ബറകളുടെ പേരിൽ ആണുപെണ്ണ് വ്യത്യാസമില്ലാതെ ഇടകലരുന്ന വഴിമുളുകളോട് ഒരുക്കി കൊടുക്കുന്ന സദസ്സുകളായി ഉറൂസിന്റെ മജ്ലിസുകൾ മാറിയാൽ, അള്ളാന്റെ ഔലിയാക്കളെ സ്മരിക്കുന്ന മജ്ലിസുകൾ ആണും പെണ്ണും വ്യത്യാസമില്ലാത്ത കറങ്ങാനും തിരിയാനുമുള്ള സദസ്സുകളാക്കി മാറ്റി നിർത്തിയാൽ, മുസ്ലിമേ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചിന്തിച്ച റബ്ബില്ലേ, അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ തൃപ്തി നേടണമെന്ന് ചിന്തിച്ചിട്ടത് ആ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാന്റെ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ പോലും ഒരു പൂച്ചയെ പോലും വേദനിപ്പിക്കരുത് എന്ന് ചിന്തിച്ച അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കിടക്കണമെന്ന് ചിന്തിക്കുന്ന സ്വർഗലോകത്ത് ആഗ്രഹിച്ചിട്ടാണോ നിന്റെ ഉറൂസ്? അതിനാണോ നീ ഉറൂസിന്റെ പ്രസിഡന്റ് ആകാൻ വാശി പിടിച്ചത്? അതിനാണോ നിന്നെ സെക്രട്ടറി ആക്കാത്തതിന്റെ പേരിൽ ഉറൂസ് കമ്മിറ്റിയിൽ സഹകരിക്കാതെ പോയത്? നിന്റെ പേരിന് ട്രഷറർ ആകാത്തതിന്റെ പേരിൽ, നിന്നെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ, നിന്നെ ആദരിക്കാത്തതിന്റെ പേരിൽ, നിന്റെ പേര് വിളിച്ച് പറയാത്തതിന്റെ പേരിൽ, മുസ്ലിയാര് നിന്നെ ആദരിക്കാത്തതിന്റെ പേരിൽ, മുസ്ലിയാരെ വല്ലാതെ ക്ഷണിച്ച് കഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങളെ പേരിൽ ഉറൂസ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നവനായാൽ, ഇതുപോലുള്ള നന്മകളിൽ നിന്ന് മാറി നിന്നവനായാൽ, പണമില്ലാത്ത കാലത്ത് ഉറൂസ് കമ്മിറ്റിയിൽ സജീവാണ്, നാട്ടിലെ നന്മകളിൽ സജീവാണ്, വയലിന്റെ സദസ്സിൽ മുൻനിരയിലാണ്. പണക്കാരനായപ്പോ വയല് പുച്ഛമാണ് അല്ലേ? അള്ളാന്റെ ദീന് പുച്ഛമാണ് അല്ലേ? നിന്റെ കഴിവിന്റെ കോലമാണ് അല്ലേ? കാറൂൻ എന്ന് പറയുന്ന പണക്കാരനെ കണ്ടിട്ടില്ലേ നീ? കാറൂൻ എന്ന് പറയുന്ന പണക്കാരനെ കേട്ടിട്ടില്ലേ നീ? എന്താണ് ആ കാറൂന് സംഭവിച്ചത്?
ചിന്തിച്ചതിനറിയോ? അല്പം പണം കയ്യിലേക്ക് കിട്ടിയപ്പോ ഞാനാണടോ ലോകത്തെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്നൊരു ചിന്ത ഖാറൂനിന്റെ ഹൃദയത്തിൽ വന്നു പോയപ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, നമ്മളെ ഭൂമി അവരെ അങ്ങ് വിഴുങ്ങിപ്പോയി. നിന്റെ അഹങ്കാരത്തിന്റെ ചിന്തകളുണ്ടല്ലോ, നിന്റെ അഹംഭാവത്തിന്റെ ചിന്തകളുണ്ടല്ലോ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത, പോരാ നിന്റെ കൈ കൊണ്ട് പിടിക്കാൻ കിട്ടാത്ത, ഇതുവരെ ശാസ്ത്രലോകത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത, ചെറിയ കണ്ണുകൊണ്ട് നോക്കാൻ കണ്ടാത്ത കൊറോണയില്ലേ, ആ കൊറോണയ്ക്ക് തകർക്കാന് നിന്റെ സാമ്പത്തിക ഭദ്രതയുള്ളൂ. മറന്നു പോകണ്ട.